നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും ക്രൂരമായ സ്ത്രീ പീഡന കൊലപാതകമാണ് ഈ നടന്നിരിക്കുന്നത്. 1919 മാർച്ച് മാസത്തില് ഈ ഓയൂർ എന്ന സ്ഥലം, കൊല്ലത്ത്, അവിടെയാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചിരുന്നത്. ആ കുട്ടിയെ പീഡനമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പീഡനമായിരുന്നു. കാരണം വിവാഹം കഴിഞ്ഞ നാൾ മുതൽ 2 പിഞ്ചു കുട്ടികളുമുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ജീവിച്ചിരുന്ന് വരുമ്പോൾ സ്ത്രീധനത്തിന് വേണ്ടി ഭർത്താവും ഭർത്താവിന്റെ മാതാവും ചേർന്ന് ഒരു എഗ്രിമെന്റ് എഴുതി ഒപ്പിടിപ്പിച്ചു. 3 വർഷത്തിനകം 2 ലക്ഷം രൂപ സ്ത്രീധനം ഇനിയും കിട്ടാനുള്ളത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ പീഡനം ആരംഭിക്കുകയാണ്. ശാരീരികവും മാനസികവുമായിട്ട് പട്ടിണിക്കിട്ട്. ഇതൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ കുട്ടിയുടെ അച്ഛനെയും അമ്മയും അറിയിക്കുന്നത്. 28 വയസ്സുള്ള തുഷാര. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. ആശുപത്രിയിൽ, കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റായി മരണപ്പെട്ട് കിടക്കുമ്പോൾ അമ്മയും അച്ഛനും ചെന്ന് കാണുകയാണ്. അപ്പോൾ ശരീരത്തെ ഒരു ശോഷിച്ചൊന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മകളുടെ അവസ്ഥ കണ്ടു. അവർക്ക് ആ വീട്ടിലെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് ഇവരെ കാണാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ആ കുട്ടികളെ എടുത്തൊന്ന് താലോലിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഇത്രമാത്രം ക്രൂരമായിട്ട് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ചന്തുലാൽ, അമ്മ ഗീത, ഇവര്, അതുപോലെ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ സമൂഹം ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. പൂയപ്പള്ളി പോലീസ് ആ അമ്മയുടെയും അല്ല അച്ഛന്റെ മൊഴി വാങ്ങിക്കൊണ്ട് കേസെടുത്ത് ഇത്ര കൃത്യമായിട്ട് അന്വേഷണം നടത്തിയിരിക്കുന്നത്. അത് എത്ര നല്ല രീതിയിൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചു, അയൽവാസികളുടെ മൊഴികൾ ശേഖരിച്ചു, അതുപോലെ തന്നെ ഈ 3.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിന്റെ മൊഴി രേഖപ്പെടുത്തി, ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപികയുടെ മൊഴി രേഖപ്പെടുത്തി. അങ്ങനെ കൃത്യമായി ഈ കേസിൽ അന്വേഷണം നടത്തി കോടതിക്ക് പോലും മനസ്സലിഞ്ഞ് ഏത് രീതിയിലാണ് ഈ രീതിയിൽ വന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ നാട്ടിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ്, അഡീഷണൽ ജില്ലാ കോടതിയാണ് ഈ വിധി പ്രഖ്യാപിച്ചത്. അത് അപൂർവങ്ങളിൽ അപൂർവം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഈ കേസിന് പരമാവധി കൊടുക്കാവുന്ന ശിക്ഷയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഭർത്താവിനും മാതാവിനും കൊടുത്തിരിക്കുകയാണ്. കാരണം ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഒരു പെൺകുട്ടിയെ, അതും അതിന്റെ അവസ്ഥയെന്ന് പറയുന്നത് ഈ മാംസം ശരീരത്ത് ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടത്തിലും ആ മരണപ്പെട്ട സമയത്തുണ്ടായിരുന്നത് തോല് അല്ലെങ്കിൽ നമ്മൾ സ്കിന്ന്, അത് എല്ലിനോട് ചേർന്ന് ഒട്ടിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എത്ര ഭയാനകമായ, എത്ര ക്രൂരമായ കൊലപാതകമാണ് അത് നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മനസാക്ഷി വിറങ്ങലിക്കുന്ന ഒരു സംഭവമായിരുന്നത്. എന്താണെങ്കിലും അത് നല്ല രീതിയിൽ അതിൽ അന്വേഷണം നടത്തി, പ്രോസിക്യൂഷൻ ആണെങ്കിൽ കൃത്യമായ രീതിയിൽ നടത്തി. ജീവപര്യന്തം കുറഞ്ഞുപോയി എന്ന് നമുക്ക് തോന്നാമെങ്കിലും നിയമം അനുവദിക്കുന്ന ശിക്ഷയിൽ പരമാവധി അതിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇത് മാത്രമല്ല, ഈ സംഭവം മാത്രമല്ല, ഈ അടുത്ത നാളിൽ കോട്ടയത്ത് ഒരു അഭിഭാഷകയും മറ്റൊരു വനിതയും അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഒന്ന് റെയിൽവേ ട്രാക്കിലും ഒന്ന് പുഴയിലും ചാടി മരിച്ച ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം ഇത്തരത്തിൽ തന്നെ സ്ത്രീധന പീഡനമോ അല്ലെങ്കിൽ വീട്ടിലെ പീഡനങ്ങൾ കൊണ്ട് പെൺകുട്ടികൾ വിവാഹം കഴിച്ചവർക്ക് ഭയപ്പെടുകയാണ് ഇന്നത്തെ നമ്മുടെ തലമുറ. പെൺകുട്ടികൾ വിവാഹം കഴിച്ചൊരു മറ്റൊരു വീട്ടിലേക്ക് പോകാൻ ഇന്ന് ഭയപ്പെടുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ പെട്ടതാണിത്. ഇതിന് സമൂഹമാണ് ഇതിനു വേണ്ടി ഉണരേണ്ടത്. നമ്മളുടെ മാതാപിതാക്കൾ ഇന്നും ഈ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള അമ്മായിയമ്മമാരും ഭർത്താക്കന്മാരും ഒക്കെ ഉള്ളത് അറിയുമ്പോഴാണ് അതിന്റെ വ്യാപ്തി എത്രമാത്രം ഭയാനകമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഈ വിധി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു വളരെ നല്ലൊരു മാതൃകയായിട്ടുള്ള ഇതാണ്. ഇവർക്കൊക്കെ ഈ രീതിയിൽ ചെയ്യുന്ന ഭർത്താക്കന്മാർക്കും അമ്മായിയമ്മമാർക്കും അതുപോലെ തന്നെ അവരുടെ ഭർത്താവിന്റെ ബന്ധുക്കൾക്കും ഒക്കെ ഉള്ള ഒരു താക്കീതായിട്ട് തന്നെ കണക്കാക്കണം. ഈ പാവം പെൺകുട്ടികൾ വിവാഹം കഴിച്ച് അയച്ചു പോകുന്ന അല്ലെങ്കിൽ ഭാര്യ എന്നുള്ള ആ മഹനീയമായുള്ള പദവി അതിനെ നല്ലതാക്കി തന്നെ കരുതി മുന്നോട്ട് കൊണ്ടുപോകണം. അവർക്ക് സംരക്ഷണം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ശ്രീ കെ എം ആന്റണി, ഇത് നമുക്കറിയാം, ഇത്തരത്തിലൊരു കേസിൽ ഒരുപക്ഷെ രാജ്യത്തെ ആദ്യത്തെ ഒരു ശിക്ഷാവിധിയായിരിക്കും ഇത്. ഇവർക്ക് പരമാവധി ശിക്ഷ തന്നെയാണ് ലഭ്യമാകുന്നത് താങ്കൾ ഉൾപ്പെടെ പറയുന്നത്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും നിയമത്തിന്റെ ഏതെങ്കിലും പഴുതിലൂടെ ഇവർക്ക് മേൽക്കോടതിയെ സമീപിക്കാനോ അല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് ലഭ്യമാകാനുള്ള എന്തെങ്കിലും ഒരു പഴുതുണ്ടോ? അവർക്ക് പ്രതികൾക്ക് ശിക്ഷ അനുഭവിച്ചത് ഇപ്പൊ പ്രതികൾക്ക് അപ്പീലിന് പോകാനുള്ള അവകാശമുണ്ട് അവർക്ക്. പക്ഷെ ഈ കേസിന്റെ സ്വഭാവം പരിഗണിച്ച് തെളിവുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അപ്പീൽ പോയാലും അവർക്ക് ഒരു അനുകൂലമായ വിധി ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ ദയനീയമായിട്ടുള്ള ഒരു
കൊലപാതകം മരണമാണ്. അതിപ്പം കോടതികൾ അതിനെ ആ രീതിയിൽ തന്നെ കാണുമെന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.